ഹായ് ഓൾ, തൃശ്ശൂരിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രിക്കറ്റ് മൈതാനങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന റൂട്ടിൽ കുതിരാനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വാണിയമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു അല്പം ഉള്ളിലേക്ക് പോകണം. ആൻഡ് അങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു തൃശ്ശൂരിന്റെ ഒരു അറ്റത്തുള്ള ഈ ഒരു പീച്ചി പാടം എന്ന് പറയുന്നത്. അവിടെയുള്ള ആ ഒരു ക്രിക്കറ്റ് മോഹങ്ങൾക്കും അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ ആഗ്രഹങ്ങൾക്കും ഒക്കെ ഇന്ന് വിത്ത് ഭാവി അത് മുളച്ചിരിക്കുകയാണ്. ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് മൈതാനത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇത് ഏതാ പഞ്ചായത്ത്? ഏതാ? ഇത് പാണഞ്ചേരി പഞ്ചായത്തിൽ പീച്ചി ഡാമിന്റെ റിസർവോയറിന്റെ ഏരിയ. ശരിക്കും പറയുകയാണെങ്കിലേ ക്രിക്കറ്റ് ആണ് ലഹരി എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഒരു മൂഡ് അല്ലേ? ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ടൈമുകളിൽ 3 മാസം രാവിലെയും വൈകുന്നേരം ഫുൾ ടൈം ഗ്രൗണ്ടിലാണ്. ഇവിടെ വേറെ ഇപ്പോൾ ഒരു സംസാരം കളിനെ കുറിച്ചുള്ള അലമ്പുകളും അല്ലെങ്കിൽ ഇന്റർനാഷണൽ വരെ പോകും. നമ്മൾ ICC വരെ നമ്മൾ തോപ്പിച്ചിട്ട് പുതിയ ലോയൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കും. ആക്ച്വലി ഇപ്പൊ എങ്ങനെയാ പിച്ച് ഉണ്ടാക്കിയായിരുന്നു? എങ്ങനെയായിരുന്നു? 3 മാസത്തോളം അവിടെ കളിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഈ ഒരു വെള്ളമാണ്. നമ്മള് ജസ്റ്റ് പുല്ല് മാത്രം വെട്ടി മാറ്റും, കൈക്കോട്ട് കൊണ്ട് മാറ്റി, പിന്നെ നമ്മളെ റോളർ ഉണ്ട് അതങ്ങ് സെറ്റ് ആക്കും. അല്ലാതെ ഇപ്പൊ വെള്ളം ഇറങ്ങുന്ന സമയത്ത് അല്ലാതെ നമുക്ക് ഗ്രൗണ്ട് ഒന്നുമില്ല ഇവിടെ. നമുക്ക് ഗ്രൗണ്ട് ഇല്ല. നമ്മുടെ എല്ലാ ഫുട്ബോളും ഹോക്കിയും ടെന്നീസും ഒക്കെ ഇതിനകത്ത് തന്നെയാണ്. പിന്നെ ഇത് ഇങ്ങനെ വെള്ളം ഇറങ്ങി ഇങ്ങനെ വിസ്തരിച്ച് കിടക്കണ കാരണം ഒരു ടീമിൽ 15 പേരൊക്കെ കളിക്കും. അത് പ്രശ്നമില്ല, അത്രയും ഒച്ച ഉണ്ടാവും. അയ്യോ ചാത്തേ ഇടിച്ച് വീഴുന്ന കൂടെ അത്രത്തോളം ബഹളം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരു സ്പോട്ട് ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഇവിടെ ഒരു ടൂർണമെന്റ് കൂടി നിങ്ങൾ വെക്കില്ലേ? പിന്നെ 23-ാം തീയതി ടൂർണമെന്റ് ഉണ്ട്. പുറമേ ടീമുകളൊക്കെ വരും. അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഗ്രൗണ്ടിൽ കളി. നമ്മൾ എല്ലാ കൊല്ലവും നടത്തും. എല്ലാ കൊല്ലവും വെള്ളം ഇറങ്ങി കിടന്ന് നടത്തും. അപ്പൊ നമ്മളവിടെ ടൂർണമെന്റ് വെക്കുമ്പോൾ ടീമുകൾക്ക് വരാൻ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ 360 ഗ്രൗണ്ട് എവിടെ ഇല്ല. നല്ല ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇതിന് ഈ ഗ്രൗണ്ടിൽ വന്നാൽ പോലും തോറ്റെങ്കിലും നഷ്ടം ഉണ്ടാവില്ല. എല്ലാവരും മനസ്സ് നിറച്ചിട്ട് തന്നെയായിരിക്കും ഇവിടെ പോകുന്നത്. അതിനുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മൈതാനങ്ങളിൽ നിന്നും ഒരുപാട് നമ്മളെ പോലുള്ള പ്രതിഭകൾ വളരട്ടെ, ഒരുപാട് താരങ്ങൾ ഉണ്ടാവട്ടെ. തൃശ്ശൂർ ടൈറ്റൻസ് ടീമാ.